രാഹുൽ ഗാന്ധിക്ക് അടിസ്ഥാനപരമായിട്ടൊരു പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റി ഉണ്ട്, പണ്ടുമുണ്ട്. അത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ വളരെ പ്രകടമായിട്ട് കണ്ടതാണ്. അതായത് ഈ കൂറുമാറ്റം നമ്മുടെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന MP-മാർക്ക് ആ സെക്കൻഡിൽ തന്നെ അയോഗ്യത വരും എന്ന് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അതിനെ മറികടക്കാനായിട്ട് ഒരു ബില്ലുണ്ടാക്കി. അത് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം പ്രസ് ക്ലബിൽ കയറി വന്ന് ഈ ബില്ലിനെ ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന വക്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് കീറിക്കളഞ്ഞ സംഭവം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അദ്ദേഹത്തിന് ഈ വിഷയം സ്വന്തം വീട്ടിൽ അവതരിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അവതരിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രധാനമന്ത്രിയോടോ UPA ചെയർപേഴ്സണായിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവിനോടോ വേണമെങ്കിൽ ആവശ്യപ്പെടാമായിരുന്നു. അതിന് പകരം പ്രസ് ക്ലബിൽ വന്ന് ഇങ്ങനെ ഒരു ഷോ കാണിച്ചുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ആ സർക്കാരിനെ ആരാണ് നയിക്കുന്നത്, ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? അതാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. 10 കൊല്ലം ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച് പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് മീതെ കയറിയിരുന്ന് ഭരിച്ച ആളുകളാണ് നിങ്ങളാണ് എന്നിട്ട് ഭരണഘടനയെ കുറിച്ച് പറയുന്നതെന്ന് പറയുമ്പോൾ ഈ വലിച്ചുകീറിയ സംഭവം അദ്ദേഹം ശനിയാഴ്ച ലോക്സഭയിൽ പറഞ്ഞു ഭരണഘടനാ ചർച്ചയുടെ മറുപടി. അതെ, ഞാൻ പറഞ്ഞതാണ്. വലിച്ചു കീറാനൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഞാനോ വിനു വി ജോണോ വലിച്ചു കീറുന്ന പോലല്ലോ രാഹുൽ ഗാന്ധി വലിച്ചു കീറുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാണ്. 100% ഞാൻ യോജിക്കുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയ്ക്ക് മീതെയാണ് എന്ന ഒരു തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുന്നത്. സത്യത്തിൽ അങ്ങനെയായിരുന്നു എങ്കിൽ പോലും അത് ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത്ര വലിയ പരാജയം ഉണ്ടായത്? എന്തുകൊണ്ടാണ് വ്രണത ഹൃദയനായി മൻമോഹൻ സിംഗ് ഇനി ഒരു തെരഞ്ഞെടുപ്പിനും ഇല്ല, ഞാൻ രാഷ്ട്രീയം തന്നെ മതിയാക്കുകയാണെന്ന് പറഞ്ഞത്? അതിൻ്റെയൊക്കെ അർത്ഥം വളരെ വ്യക്തമല്ലേ? അത്രയും വേദനിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയത്. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. അത്ര വലിയ പാപമൊന്നും മൻമോഹൻ സിംഗ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു ഇമ്മച്യൂരിറ്റി 10 കൊല്ലം മുമ്പ് അദ്ദേഹം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു അപക്വ യുവാവ്, എറോ യൂത്ത് എന്ന് പറയാം. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ അതല്ലോ, അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവല്ലേ. അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തോടെ പെരുമാറണം. മാത്രമല്ല ഈ പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ കളിതമാശക്കുള്ള സ്ഥലമല്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകളുടെ ഒരു വലിയ വ്യൂഹം തന്നെ അദ്ദേഹം സൃഷ്ടിക്കേണ്ടതാണ്. സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും ഒക്കെ ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആളുകളെ വേണം ചർച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ജയറാം രമേഷിന് വരെ നാക്കുപിഴ പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് പകരം ശക്തരായ പാർലമെന്റേറിയന്മാരുടെ ഒരു വ്യൂഹത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കണം. രാജ്യസഭയിലും വേണം, ലോക്സഭയിലും വേണം. മാത്രമല്ല അദ്ദേഹം തന്നെ മാതൃകാപരമായ രീതിയിൽ പെരുമാറാനും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പഠിക്കണം. അതിനൊന്നും ഇനി കാത്തിരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ആ കാലമൊക്കെ പ്രായമൊക്കെ കഴിഞ്ഞു. പഴയ രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേച്ചർ മാറി. അപ്പോൾ ആ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. മാത്രമല്ല എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ ചില്ലറക്കാരൊന്നുമല്ല. അവരും ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കാനും മൂലക്കാക്കാനും ശ്രമിക്കുന്നവരാണ്. മാത്രമല്ല സ്വന്തം ഘടകകക്ഷിയിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള പരിഗണനയോ അതനുസരിച്ചുള്ള പിൻബലമോ കിട്ടുന്നില്ല. അതൊരു ഘടകമല്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയ കാര്യം വീണ്ടും ശ്രദ്ധിച്ചാണ്. അത് വലിയ വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. എന്തൊരു അസംബന്ധമാണ് ആ സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ഡിസംബർ 16 ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് 1971 ബംഗ്ലാദേശ് മോചിപ്പിച്ചത്. ബംഗ്ലാദേശിൻ്റെ മോചന ദിവസം പാലസ്തീനാണോ ഇവർ ഓർക്കേണ്ടത്? മാത്രമല്ല ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു. ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതല്ലേ പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യൂ ഇത്ര വലിയൊരു പോസ്റ്റ്, ഇത്ര വലിയ ഫൂളിഷ്നെസ്? നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കനി കുസൃതി എന്ന് പറഞ്ഞ സിനിമ നടിക്ക് കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഇങ്ങനെ തണ്ണിമത്തൻ്റെ പടങ്ങൾ ഇട്ടുള്ളൂ. അവിടെ ആൾക്കാർ കൈയടിക്കും. ഇത് കാൻ ഫെസ്റ്റിവൽ അല്ലല്ലോ, ഇന്ത്യൻ പാർലമെന്റ് അല്ലേ. അവിടെ ഭൂരിപക്ഷം BJPക്കല്ലേ. അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ ഇരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലൊരു പോഷ്കത്തരം കാണിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ സാധിച്ചു? അവർക്കറിയില്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കം നടന്ന ദിവസമാണ്. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ തൂക്ക് വെച്ച് കീഴടങ്ങിയ ദിവസമാണ്. ഡാക്കയിലെ റേസ് കോഴ്സ് മൈതാനത്ത് പാകിസ്ഥാന്റെ പട്ടാള നായകൻ അമീർ അബ്ദുള്ള ഖാൻ നിയാസി അദ്ദേഹത്തിന്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ച് കീഴടങ്ങൽ രേഖയിൽ ഒപ്പിട്ട ദിവസമാണ്. ആ ദിവസമാണെന്ന് ഓർക്കേണ്ടതാരാ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. അത് ഞാനോ വിനു ജോണോ അല്ലെങ്കിൽ
മോഹൻ വർഗീസ് ഓർത്താൽ പോരല്ലോ, ശ്രീജിത്ത് പണിക്കർ ഓർത്താൽ പോരല്ലോ. അത് കോൺഗ്രസ്സുകാർ ഓർക്കണ്ടേ? അല്ല, ഈ വിഷയത്തിൽ അവർ അതൊരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കണ്ടേ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. വിനു ആദ്യം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ, അതിനൊരു മുന്നണി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ UDF ഒരു മുന്നണിയാണ്, LDF ഒരു മുന്നണിയാണ്, UPA ഒരു മുന്നണിയാണെന്ന് പറയാം, കേന്ദ്രത്തിലെ NDA ഒരു മുന്നണിയാണ്. അതൊരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. മറിച്ച് ഈ ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കക്ഷികളുടെ കൂട്ടായ്മ, അതിൽ ദേശീയ കക്ഷിയായ കോൺഗ്രസുണ്ട്, പ്രാദേശിക കക്ഷികളുണ്ട്, ചെറു പാർട്ടികളുണ്ട്. ഇവർ സത്യത്തിലൊരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഉണ്ടാക്കിയ വളരെ ലൂസായ ഒരു കോൺഫെഡറേഷനാണ്. ശരിയായ രീതിയിലൊരു മുന്നണി, ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ സഖ്യം ഉണ്ടാക്കിയ സമയത്ത് നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു പ്രധാന സൂത്രധാരൻ നിതീഷ് കുമാറാണ്. അത് തട്ടുമ്മക്കാരനൊക്കെ മുമ്പായിട്ട് അദ്ദേഹം മറുകണ്ഠം ചാടി BJPയുടെ പിന്തുണയും മുഖ്യമന്ത്രിയുടെ തുള്ളി. അതുപോലെ അതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രണേതാവ് മമതാ ബാനർജി ആയിരുന്നു. അവരും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ സഖ്യകക്ഷികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി സ്വന്തമായിട്ട് മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാധീനതകൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് കൂടുതൽ ഭിന്നത രൂക്ഷമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പിന്നെ ഡിറ്റാച്ച് ചെയ്തു. ഇന്ന് രാവിലെ ഒമർ അബ്ദുള്ള ഇവരൊക്കെ കോൺഗ്രസിനെ ഡിസ്റ്റൻസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒമർ അബ്ദുള്ള പറഞ്ഞത് ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ടാണ്. കോൺഗ്രസ് ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ നല്ലത്, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടാതെ വരുമ്പോൾ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം എന്ന് പറയുന്നത് ശരിയല്ല. 100% ഞാൻ യോജിക്കുന്നു. അദാനിയെ കുറ്റം പറഞ്ഞ് മാത്രം ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇതിൽ അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗൗതം അദാനി അല്ലെങ്കിൽ മുകേഷ് അംബാനി എന്നൊക്കെ പറഞ്ഞ വലിയ മൂലധന ശക്തികളാണ്. അവരുടെ പണം കൊണ്ടാണ് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിലൊരു അപവാദമായിട്ട് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കും. മറ്റെല്ലാ പാർട്ടികൾക്കും പണം കൊടുക്കുന്ന ഈ വലിയ വ്യവസായികളാണ്, പ്രത്യേകിച്ച് അംബാനിയാണ്. അംബാനിയെ വേറെ ആര് തള്ളിപ്പറഞ്ഞാലും കോൺഗ്രസ് തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ആണ് അംബാനിയിൽ നല്ലപോലെ മുതൽ മുടക്കിയിട്ടുള്ളത്. അംബാനിയും അതുപോലെ കോൺഗ്രസ്സിൽ മുടക്കിയിട്ടുണ്ട്. ഈ മൻമോഹൻ സിംഗിൻ്റെ 10 കൊല്ലത്തെ ഭരണം എന്ന് പറഞ്ഞാൽ തന്നെ അംബാനിയുടെ ഭരണമായിരുന്നു. അതിൽ ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ല. പെട്ടെന്ന് രാഹുൽ ഗാന്ധി ഒരു ദിവസം കണ്ടും തിരുമ്പി എഴുന്നേറ്റ് വന്നിട്ട് അംബാനി കൊണ്ടുവരാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല, ഘടകകക്ഷികൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പണമുണ്ട്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി വേണോ മുകേഷ് അംബാനി വേണോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ഘടകകക്ഷികൾ. എന്തിന് കോൺഗ്രസ്സിലെ തന്നെ പല നേതാക്കന്മാരും അതിൻ്റെ ഉത്തരം അംബാനി മതി എന്നുള്ളതായിരിക്കും. കാരണം അംബാനിയുടെ കയ്യിൽ പണമുണ്ട്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. രാഹുൽ ഗാന്ധിയോട് നമുക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പോലും അദ്ദേഹം ആരോടാണ് മത്സരിക്കുന്നത് എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണം. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാം, അമിത്ഷായെ വെല്ലുവിളിക്കാം, രാജ്നാഥ് സിംഗിനെ വെല്ലുവിളിക്കാം, ഒരു കുഴപ്പമില്ല, അത് രാഷ്ട്രീയമാണ്. നേരെ മറിച്ച് അംബാനി, അദാനി അതുപോലുള്ള വലിയ വലിയ മൂലധന ശക്തികളോടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനുശേഷം ഏറ്റുമുട്ടുന്നതിന് കുഴപ്പമില്ല, നമുക്കൊക്കെ സന്തോഷമുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊക്കെ ടാറ്റ, ബിർള, സിംഗാനിയമാർക്കൊക്കെ എതിരെ മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ആളുകളാണ്.